ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഇലയട ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇലയട നമ്മളെ ചക്കപ്പഴമൊക്കെ വെച്ച് ചെയ്യാറില്ലേ, അതുപോലെ ഇന്ന് ഞാൻ കൂരവുമാവ്, അതായത് റാഗിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ ഇതുവരെ രാവിലെ എണീറ്റിട്ട് ആരും ഇവിടെ മോർണിംഗ് ഡ്രിങ്ക്സ് ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ അത് ഞാൻ റെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം, കാണിച്ചു തരാം. അതിനിടയ്ക്ക് വിഷ്ണുമായ അതാ കുളിച്ചിട്ടൊന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് എപ്പോഴും ഇത് തന്നെയാണ് പണി. ഞാനിതാ ഒരു കൂഴ് റെഡി ചെയ്ത് വെച്ചൊക്കെയാണ്. മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറഞ്ഞത് എൻ്റെ റാഗി വെറുതെ ആയിട്ട് നമ്മളിങ്ങനെ ഇത് കാച്ചില്ലേ, പിള്ളേർക്ക് കൊടുക്കും പോലെ കാച്ചി വെക്കില്ലേ, അങ്ങനെ കാച്ചിയതിന് ശേഷം അതിൽ നല്ല തൈരും വെള്ളവും കൂടെ ചേർത്ത് അങ്ങനെ മോരായിട്ട് അങ്ങനെ ഒഴിച്ചു. കൂടുതലും തൈര് തന്നെയാണ്, വെള്ളം ഒരു 1/2 ഗ്ലാസ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒഴിച്ച് പിന്നെ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്, മുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഉള്ളി കുനുകുനാന്നരിഞ്ഞു, അല്ലെങ്കിൽ വായിൽ പോകുമ്പോൾ പിള്ളേർക്കൊക്കെ ഒന്നും പിടിക്കില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമല്ല. ധനു നല്ല ഇഷ്ടമാണ്. നീ ഇത് കുടിച്ച് നോക്കിയിട്ട് പറ. കൊള്ളാലോ. ഇന്ന് കുറച്ച് എരിവിട്ട് കേട്ടാ. എനിക്ക് വളരെ ഇഷ്ടമാണിത്, നല്ല ടേസ്റ്റാണ്. കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ. നമ്മൾ വെറുതെ പഞ്ചസാര കരിപ്പട്ടി ഇങ്ങനെയൊക്കെ ഇടുന്നതിനേക്കാളും ഇത് രാവിലെ നല്ലത് തന്നെയാണ്, അങ്ങനെ എനിക്ക് തോന്നുന്നു. ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. നല്ല ടേസ്റ്റ്. നമ്മൾ രാവിലെ ഇത് കുടിക്കുമ്പം ഒരു സുഖമായിരിക്കും കേട്ടോ. ചായ കുടിക്കുമ്പോൾ വയറിനൊരു മന്ദത ഉണ്ടാവും, ഒരു ഹെവിനെസ് ഉണ്ടാവും, അത് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കുടിക്കുമ്പോൾ കുറേ നേരത്തേക്ക് നമുക്ക് വേറെ ടിഫിനൊന്നും വേണ്ട. വയറ് ഹെവി ആവും, പക്ഷെ നമുക്ക് ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യില്ല. നമുക്ക് ബോഡി കുറച്ച് ഫ്രീ ആയിട്ടൊന്ന് ഫീൽ ചെയ്യും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വേറെ ഒന്നുമല്ല, കൂരവുമാവ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കാച്ചും പോലെ കാച്ചിയിട്ട് അതിൽ തൈര് ഒഴിക്കണം, പിന്നെ ഉപ്പിടണം. ആവശ്യമുള്ളവർ മുളകോ പച്ചമുളകില്ലേ, പച്ചമുളക് അല്ലെങ്കിൽ കുഞ്ഞുള്ളിയും കൂടെ ചേർത്തിട്ട് സൂപ്പറായിരിക്കും. പക്ഷേ ഇത് റാഗി മാത്രമല്ല, വേറെ കമ്പ് തെന അങ്ങനെയുള്ള നിറയെ ഉണ്ട് മില്ലറ്റ്സ്, അതിലൊക്കെ ചെയ്യാം. സോ ഹെൽത്തി ആയിരിക്കും. നമുക്കപ്പോൾ ഇനി വേഗം ഇത് കുടിച്ചിട്ട് എൻ്റെ അട ഉണ്ടാക്കണത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിലാണ് 2 കിലോ റാഗി ഉണക്കി വെച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് പിറ്റേ ദിവസം ആകുമ്പോൾ അതിന് ചെറിയൊരു മുള വരില്ലേ, അങ്ങനെ മുള വന്നതിന് ശേഷം വീണ്ടും അതിനെ ഉണക്കി നീറ്റായിട്ട് പൊടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ഞാനിവിടെ ആദ്യം ഒരു 3 തവി മതിയാവും. നമുക്ക് 3 പേർക്ക് 3 തവി മതിയാവും. ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ല, നമുക്ക് 3 മതി ധാരാളം. നോക്കാം, അല്ലെങ്കിൽ 1 കൂടെ നോക്കാം. ഒരു തവി കൂടെ എക്സ്ട്രാ 4 തവി. ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്, അമ്മയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കി അവർക്ക് കൊണ്ടു കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനെ കൂടുതലൊന്നും പാടില്ല, കുറച്ച് മതി, കാരണം ഇതും ഒരു മധുരമാണ്. ഇപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കാം. വെള്ളവും നോക്കി ഒഴിക്കണം കേട്ടോ. ദോശമാവിൻ്റെ പരുവം. ഇഡ്ഡലി പറയാം, ദോശയ്ക്ക് കുറേ കൂടെയൊക്കെ വെള്ളം ആവില്ലേ. അപ്പോൾ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിലാണ് കലക്കിയെടുക്കാൻ. ഇത് പെട്ടെന്ന് അങ്ങ് കലങ്ങും കേട്ടോ. ഈ ഗോതമ്പ് മാവ് പോലെയല്ല. ഗോതമ്പ് മാവിലാണെങ്കിൽ അതിൻ്റെ അങ്ങനെ കട്ട പിടിക്കില്ലേ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ, ആ ലംസൊന്നും ഇല്ലാതെ നമ്മൾ കലക്കേണ്ടി വരും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് പെട്ടെന്നാണ്. വെള്ളം കൂടാതെ ഇരിക്കണം, അത്രയല്ല. ഞാൻ 1 കപ്പ് വെള്ളം എടുത്തു, പക്ഷെ അത്രയും എടുത്തിട്ടില്ല, അത്രയും ഉപയോഗിച്ചില്ല, കുറച്ച് തന്നെ. ഓക്കെ, കാണുന്നുണ്ടോ? മതിയാവും. ഇപ്പോൾ ഞാനിവിടെ ഇല വീട്ടിൽ നിന്ന് വാഴ, നമുക്ക് 2 മൂട് വാഴ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് തന്നെ 2 ഇല എടുത്തിട്ട് അതിന് ആവശ്യത്തിന് അത് ഫസ്റ്റിൽ വാട്ടും കേട്ടോ. കഴുകിയിട്ട് നന്നായിട്ട് വാട്ടി നമുക്ക് ആവശ്യമനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് ശർക്കര അതാ പൊടിച്ച് വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ. അപ്പോൾ നമുക്ക് ഈ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം, ശർക്കരയും ഇട്ട് കൊടുക്കാം.
ഇതിലോട്ട് ഏലക്ക പൊടിച്ച് വെച്ചത്, ഏലക്ക കുറച്ച് ഞാൻ പഞ്ചസാര കൂടെ ചേർത്ത് പൊടിച്ചതാണ്, അതും കൂടെ ഇട്ട് ഇളക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. വെരി സിമ്പിളാണ്, പക്ഷെ ടേസ്റ്റി ആയിരിക്കും. നമുക്കിന്ന് രാവിലെ ടിഫിൻ ഇത് തന്നെയാണ് കേട്ടോ. ദോശയ്ക്ക് മാവൊക്കെ ഉണ്ട്, പക്ഷേ എന്നൊന്നും ദോശ ഇടുന്നത് എനിക്കത്ര വലിയ താല്പര്യമില്ല. ഇന്നൊരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു. പിള്ളേർക്കൊന്നും അങ്ങനെ നിറയെ ടിഫിനൊന്നും അങ്ങനെ ആവശ്യമില്ല. ഇവിടെ ഇതിലൊക്കെ ഇപ്പോൾ ഒരു 2 എണ്ണം കഴിക്കുമ്പോൾ അവർക്കത് വയറ് ഫില്ലാവും. രാവിലെ ഇത് കുടിച്ചല്ലോ സ്മൂത്തി എന്ന് പറയാം, തമിഴ്നാട്ടിൽ ഇവിടെ കൂഴെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതും സെറ്റായി. ഒരു 10 മിനിറ്റ് കേട്ടോ ഇതെല്ലാം മിക്സ് ചെയ്ത് റെഡി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് അങ്ങ് സ്റ്റീം ചെയ്യണം ആ ഒരു താമസം. അത്രയേ ഉള്ളൂ. ഓക്കെ, മതിയാവും. അങ്ങനെ മാവ് റെഡി, ഉള്ളിൽ വയ്ക്കാനുള്ള സ്റ്റഫിങ് അത് റെഡി, ഇല റെഡി. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, മടക്കി വയ്ക്കാം. അതിന് മുമ്പ് ഇഡ്ഡലി പാത്രം ഒന്ന് സെറ്റ് ചെയ്യണം. ഒരു തട്ട് മതി കേട്ടോ. വെള്ളം എടുത്തിട്ടില്ല, ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വയ്ക്കണം. ആദ്യത്തെ ഒരു തട്ട് മാത്രം വെച്ച് കൊടുക്കാം. ഇപ്പം ഈ ഇലയിൽ നമ്മൾ വെച്ചിട്ട് അതിൽ ഓരോന്നാ മടക്കി വയ്ക്കാം. നോക്കാം, വേണമെങ്കിൽ കുറച്ച് നെയ്യ് തടവാം കേട്ടോ. എന്തോന്നും പെട്ടെന്ന് ഉമിനീരങ്ങ് മേലെ കയറി. ഓക്കെ, ഇത് വെച്ച് കൊടുത്താൽ മാവ് വെച്ച് കൊടുത്തു. ഇപ്പോൾ സ്റ്റഫിങ് കൊടുക്കാം. ഇന്ന് ആരോ വിചാരിക്കണം, ചെന്നൈയിൽ ചേട്ടൻ വിചാരിക്കുകയാണോ, അച്ഛനും അമ്മയും നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ, നമ്മൾ ആരെങ്കിലും ഓർക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഇങ്ങനൊരു സംഭവം നടക്കുന്നില്ലേ. എനിക്കൊക്കെ പെട്ടെന്ന് കയറി. ഓക്കെ, അപ്പോൾ ഇത് മതി, വേറെ സ്ട്രക്ചറൊന്നും വേണ്ട. ഇതിനാണ് എളുപ്പം കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? സിമ്പിളായിട്ട് ഇങ്ങനെ മടക്കിയാൽ മതി, 2ആയിട്ട് മടക്കിയാൽ മതി. പിന്നെ ഇലയപ്പത്തിന് നമ്മൾ ഇങ്ങനെയൊക്കെ മടക്കാറുണ്ട്. ഇതെനിക്ക് അച്ഛൻ പറഞ്ഞതാണ്. അങ്ങനെ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അറിയാവുന്ന രീതിയിൽ മടക്കിയെടുക്കാം. റാഗി കഴിക്കേണ്ടത് മോർണിംഗ് ആണ് കേട്ടോ. റാഗി ഡൈജസ്റ്റ് ആവാൻ കുറച്ച് ലേറ്റാവും. സോ റാഗി കൊണ്ടുള്ള പലഹാരങ്ങളെല്ലാം രാവിലെ കഴിക്കുന്നതാണ് നല്ലത്. കൂടുതലും മില്ലറ്റ്സ് കഴിക്കുന്നതൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഫൈബർ കണ്ടന്റ് കൂടുതലുണ്ട്. സോ ഡൈജഷന് കുറച്ച് ലേറ്റാവും. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലെ ഓരോന്നും ഇതാര് വരുന്നു? ഇതെന്തോ, എവിടെ അമ്മൂമ്മേനെ വീട്ടിൽ പോകാനാണോ ഇത്ര മേക്കപ്പ്? ഇല്ല, നോക്കട്ടെ, നിൻ്റെ ലിപ്സിൽ എന്തോന്ന് ഈ ബ്ലാക്ക് ആയിരുന്ന ലിപ് ലൈനറാണോ അത്? അതാ പെൻസിൽ വെച്ച് പറഞ്ഞാ നീ? ഇവിടെ ഇല്ലല്ലോ ലിപ് ലൈനർ. എന്തോന്ന് ലിപ് ലൈനർ? ആ, എന്ത് വേഷം! എൻ്റെ മാല ഒറ്റ കാലിൽ കൊക്ക് നിൽക്കും പോലെ. ഇതല്ല, ഓ, ഈ പാവാടയൊക്കെ ഒന്ന് പൊക്കിയിട്ടോ. പ്രസാദമല്ല, ഇത് ചന്ദനം പോലെ തോന്നണ നിങ്ങൾക്ക്? അത് റാഗി. നിനക്ക് വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്യാൻ പോണു. ഈ അട നമ്മൾ ചക്കപ്പം വയ്ക്കില്ലേ, അതുപോലെ ഇതൊരു അട ചെയ്തു തരാം. നീ കഴിച്ചിട്ടൊക്കെ ഉണ്ട്, ഓർമ്മയില്ല നമുക്ക്. ഞാൻ കുറേ നാളായി വെച്ചിട്ട്. അതിലിപ്പോൾ ഒന്നുമില്ല, അതിൽ വെറും ഒരു ഉപ്പ് മാത്രമേ ഉള്ളൂ. അയ്യോ, നല്ല ചന്തം. വാ എടി, എൻ്റെ ഈ മാലയൊക്കെ നീ എവിടെ നിന്ന് എടുത്തു? അങ്ങനെയല്ല വിഷ്ണു, ഞാൻ അതൊന്നും ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ആ ബോക്സ് നീ തൊടല്ലേ. ഇത് മാത്രമല്ല, അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ച് പ്രീഷ്യസ് ആയിട്ട്. ഇത് വന്ന് സാധാരണ മാലയാണ്. സാധാരണ മാലയാണെങ്കിലും വില ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത്
ഇത് എത്ര രൂപ? ഇത് 2000 അതെ 2000 അടുപ്പിച്ചായി കേട്ടോ. പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് തന്നെ അറിയില്ല. പക്ഷെ 2000 ഉണ്ട്. നിക്ക് 2000 കൂടുതലായി എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇത് ഓർമ്മയില്ല, വർഷമായി, കുറഞ്ഞതൊരു 3 വർഷമെങ്കിലും ആയി കാണും. പാട്ട് പാട്ടാ? പക്ഷെ കൊള്ളാം കേട്ടോ. പാട്ട് പാട്ടാ? നീ ഇപ്പം പാടണ്ട, നിക്ക്. നീ ഒന്നും വേണ്ട ഇപ്പം നിനക്ക്. രാവിലെ മോർണിംഗ് ബ്രേക്ക് ഇതെടുത്ത് കുടിക്കത്. വാ കൊള്ളാമോ? ഇത് കൊള്ളാമോ നോക്ക്. ലിപ്സ്റ്റിക്ക് അതാണ്. എന്തിനു വീട്ടിൽ ലിപ്സ്റ്റിക്ക് ഇടണം? കുടിച്ചു നോക്ക്, നന്നായിട്ടുണ്ടാവും. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? എന്ത് എരിവ് കുറച്ച്? എന്ത് കുഴപ്പമില്ലല്ലോ, കുടി. ഓക്കെ. ഞാൻ അവൾക്ക് ഇതിൽ മധുരം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. മധുരം ഇട്ട് അവൾക്ക് ഇഷ്ടമില്ല. അതായത് കരിപ്പട്ടി ഇട്ടിട്ട് പിള്ളേർക്ക് നമ്മൾ റാഗി കാച്ചി കൊടുക്കൂലേ, അതുപോലെ ഇത് കുറച്ച് ലിക്വിഡായിട്ട് വെള്ളം പോലെ അങ്ങനെ കൊടുക്കും. അവൾക്കത് ഇഷ്ടമില്ല, അവൾക്കും ഇഷ്ടമില്ല, അവൾ അച്ഛനും ഇഷ്ടമില്ല അങ്ങനെ. പക്ഷേ തൈര് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ, ഉപ്പും തൈരും ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാതെ കുടിച്ചോളും. ഇല്ലെങ്കിൽ ചായയാണ് അവൾ. ഒരു ചായ പൈത്യം എന്ന് പറയില്ലേ, അതാണ്. എപ്പോഴും ചായ. അവൾക്ക് 4 നേരം അല്ല, ത്രൂ ഔട്ട് ദ ഡേ അവൾക്ക് ചായ കൊടുത്താലും ഷീസ് ഹാപ്പി. അപ്പോൾ അതെങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ സ്മൂത്തി ഇട്ട് കൊടുക്കാറുണ്ട്, പഴം അടിച്ചിട്ട്, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ. എങ്ങനെയെങ്കിലും ആ ചായ കുടിച്ച് അൾസർ ഉണ്ടാകുമെന്നൊക്കെ ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമുക്കത് ഫീൽ ആവുന്നുണ്ട്. രാവിലെ ചായ കുടിക്കാതിരിക്കുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, സുഖം. പക്ഷേ എനിക്ക് വൈകുന്നേരം ഒരു ചായ വേണം, അത് മസ്റ്റാണ്. വിഷ്ണുമായ ഇത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് പ്രസാദമാണോ? നമ്മൾ ഇലയിൽ ചന്ദനം കൊടുക്കുന്നില്ലേ, അത് കണ്ടിട്ടാണ് പ്രസാദമാണോ എന്ന് ചോദിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ എല്ലാം കഴിഞ്ഞു. എല്ലാം അങ്ങനെ ഇലയിലാക്കിയിട്ടുണ്ട്. ഞാനിതാ വയ്ക്കാൻ പോകുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. உனது புகட்டாய் மடியில் ஒரு மழலையாய் உதிக்க மறையெல்லாம் துதிக்கவே தயரதனின் வம்சத்தின் பேர் சொல்ல வார்த்தை. தயரதனின் வம்சத்தின் பேர் சொல்ல வார்த்தைகள் கைகூட சொல்ல வாழ்த்துக்கள் கை. வாழ்த்துக்கள் கைகூட வம்சத்தின் பேர் சொல்ல வாழ்த்துக்கள் கைகூட விளங்கிய திருமகனாம் ஜனக மகள் வைதேகி பூச்சூட வைபோகம் கொண்டாட திருமணம் புரிந்தவனாம். மணிமொழி இழக்கவும் அறகுறி தரிக்கவும் அரண்மனை அரியணை துறந்தவனாம். இனி அவளுடன் வர இளையவன் தொடர்ந்திட வனங்களில் உலவிட துணிந்தவனாம். ஸ்ரீராம சங்கீர்த்தனங்கள் நலம் தரும் நெஞ்சே மனம் இனிக்க தினம் இசைய குலம் செழிக்கும் தினம் நீ சூட்டிடு பாமாலை. இதுதான் வாசனை பூமாலை. இதை விட ஆனந்தம் வாழ்வில் ஏது? இசைத்த நாமமே நாளும் நோது ராம நாமம் ஒரு வேதமே. ராக தாளமோடு கீதமே. பத பாபமா இத பாபமா சைத பாபமா கமத பாப கம பதரி சா சா சரி சா நி சரி சரி ச சரி ரி ச ச கரி ச நி ச நி ச நி த சரி கம ப ம கரி ரி கம ப ம கரி க சரி கம ச நி த நி த த ப ம கரி சரி சரி ச க ச ம ச ப ச த ச நி ச ச சரி க ப ப ம க ம கரி ச நி த ப ம ராம நாமம் ஒரு வேதமே. ராக தாளமோடு கீதமே. மனம் எனும் வீணை நீட்டிடுவோ இசை எனும் மாலை சூட்டிடுவோம். அருள்மிகு ராம நாமம் ஒரு வேதமே. ராக தாளமோடு கீதமே. ശരി, ഒരു പാട്ടും കൂടെ കേൾക്കാൻ പറ്റി. അങ്ങനെ തേങ്ങ തരുവം വിളിച്ചപ്പോൾ ഒരു പാട്ട് കൂടെ കേട്ടു. ശരി, നമ്മുടെ ഇതൊന്ന് സെറ്റായാൽ നോക്കാം, ഇതെന്തോന്ന് നോക്കാം.
വെന്തിരിക്കണം. ആ വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 minutes കൂടെ ഇത് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് കൊടുത്തു നോക്കിയിട്ട് അവരുടെ അഭിപ്രായം ചോദിച്ചു നോക്കാം. തണുക്കട്ടെ, അതിനാണ് ഞാൻ ഇതെല്ലാം തുറന്നു വയ്ക്കുന്നത്. എന്ത് എൻ്റെ അഭിപ്രായം എന്താണ്? കൊള്ളാമോ? കുഴപ്പമില്ല അല്ലേ? ഇത് വേവ് കുറവാണ്. മാവ് ഇങ്ങനെ ഡ്രൈ ആയിരുന്നു. അത് ഉണങ്ങിയതാണ്. കഴിച്ചു നോക്ക്. ധനു, നീ കഴിച്ചു നോക്കിയാ? തുടവില്ല. ആ ഓക്കെ ഓക്കെ. അപ്പം ഇഷ്ടപ്പെട്ടു നിനക്ക്? ഓക്കെ, കഴിച്ചോളൂ. അമ്മ ഇനി ഇതെടുക്കാം. അതും കൂടെ തണുക്കിട്ട് കേട്ടോ. തണുത്തിട്ട് അമ്മ എടുക്കാം. മധുരം ഉണ്ടല്ലോ. ലിപ്സ്റ്റിക്ക് പോവും, ഉള്ളിൽ പോവും. ലിപ്സ്റ്റിക്ക് ഒന്നും അഴിയൂല, ബാക്കിയകത്ത് പോകും. എത്ര ഇല്ല. ഇന്ന് അഴിയെങ്കിൽ ഇനിയിപ്പോൾ ഓടിപ്പോയി അടുത്ത പെയിൻ്റ് അടിക്കുമോ? ഇത് ഒന്നിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല. സോ ഇതെന്തായാലും ആരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിള്ളേർക്ക് ഒന്ന് കഴിച്ചപ്പോഴേ മതിയായി. നീ കഴിക്കുമോ? നീ കഴിച്ചോ? ഞാൻ അവന് ദോശ ഇട്ട് കൊടുക്കാൻ പോകണം. അപ്പോൾ അവൻ ഒന്ന് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. തീരെ മോശമല്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. നമുക്ക് സ്നാക്സ് പോലെ കഴിക്കാനേ പറ്റുള്ളൂ. കാരണം സ്വീറ്റ് അല്ലേ. രാവിലെ പിള്ളേർക്കൊന്ന് മോള് കഴിച്ചു. അവനിങ്ങനെ രാവിലെ സ്വീറ്റ് ഒന്നും കഴിക്കാത്ത താല്പര്യമില്ല. ശരി, ഞാൻ നിർബന്ധിച്ചില്ല. അവ ഒന്ന് തന്നെ കഴിച്ചുള്ളൂ. ഞാൻ 2 കഴിച്ചു, എനിക്ക് മതി. അപ്പോൾ അവന് 2 ദോശ കൊടുക്കാൻ പറഞ്ഞു. കുറേ നേരമായി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഓവറായിട്ട് വെയിൽ വന്നു കഴിഞ്ഞാൽ ഇത് വണ്ടിയിട്ട് പോകാനും മടിയാവും. സോ ഇത് മതിയാക്കാൻ പോകണം. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ല, ചുമ്മാ വെറുതെ സ്നാക്സിന് ചെയ്ത് നോക്കൂ. നന്നായിരിക്കും. നമ്മൾ അമ്മയുടെ വീട്ടിലെത്തി. അച്ഛാ തുണി വിരിച്ചോണ്ടിരിക്കണം. എന്തോന്ന്? ഞാൻ ഉണ്ടിലിടാൻ പറഞ്ഞ പൈസ തന്നത് എന്താ ഇട്ടാന്ന് ഇട്ടു. അത് എടുക്കില്ലേ? അതവളെ പർസ് അമ്മയെ കണ്ട്. അമ്മക്ക് ഇഷ്ടപ്പെട്ട? കൊള്ളാമോ ഞാൻ ഇപ്പൊ ചെയ്തത്? കൊള്ളൂലേ? വീട്ടിലിടാൻ കൊള്ളാന്നാ? കഴിച്ചു നോക്കണം. ആ ലൈറ്റ് ഇട്ടൂടെ, അപ്പൊ കണ്ണ് കാണില്ല. കൊള്ളാമോ? അമ്മ പറഞ്ഞ വീഡിയോയിലിട്ടാനേ കൊള്ളാവുന്നത്. എന്ത് പറഞ്ഞ? അത് ഓക്കെ അല്ല, എനിക്ക് കൊറിയർ. ശരി അച്ഛാ, കുഴപ്പമില്ലേ? കൊള്ളാമോ? മധുരം ഉണ്ടോ? ഇവരൊക്കെ നല്ല വല്ല ചളിച്ചതും പൊളിച്ചതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പറയും നന്നായിരിക്കണമെന്ന്. ഇത് ആക്ച്വലി നന്നായിരുന്നു കേട്ടോ. ഇത് തണുത്തതിന് ശേഷം കഴിച്ചപ്പോഴാണ് വളരെ ടേസ്റ്റ് ആയിരുന്നത്. അമ്മ വെറുതെ പറഞ്ഞാണ്. അമ്മ കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇഷ്ടപ്പെട്ടു. അമ്മ കോവയ്ക്ക് പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ കുട്ടി കീര. ഞാൻ 2-3 എടുത്തോണ്ട് പോട്ടെ. ഇനി കീര അവിടെ കൊണ്ട് നടണം. പക്ഷെ എനിക്ക് അവിടെ വളം ഇടണതൊക്കെ വളരെ കുറവ്. കീരാണ്. കോവയ്ക്ക കിടക്കുന്നുണ്ട്. കോവയ്ക്ക
പക്ഷേ ഈ വെയിലത്ത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വാടി നിൽക്കുകയാണ്. മീറുണ്ട്, മീറ് ഒരു ഫുള്ളായിട്ട് മീറ്. ചക്ക ചക്ക മീറുണ്ട്, അതുപോലെ കോവക്കയുണ്ട്. ഇതാ നിൽക്കുന്നു, മൂട്ടിലേ കാച്ചു നിൽക്കുകയാണ് ചക്കയുടെ. ഇത് പ്ലാവിൻ്റെ മൂട്ടിൽ ചക്ക കണ്ടോ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഉണ്ടായിരുന്നു അമ്മ ഉണ്ടല്ലേ. പക്ഷെ എനിക്കെന്തോ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഈ പ്രാവശ്യമാണ് കുറച്ച് കൂടുതലെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഈ ചെടിയിലൊക്കെയാണ് അങ്ങ് കാച്ചു കിടക്കുകയാണ്. മഴ വരുന്നതെന്ന് തോന്നി. സോ പെട്ടെന്ന് വീട്ടിലെത്തി കേട്ടോ. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് രാവിലെ ഞാൻ ചോറ് വെച്ചിട്ടല്ലേ പോയത്. സോ അവിടെ നിന്ന് ഞാൻ സാമ്പാറും കോവക്കയും എടുത്തുകൊണ്ട് വന്നു. പിന്നെ അടുത്ത് ചോറുണ്ണാൻ പോവുകയാണ്. നമുക്ക് മണി 2 മണിയാണിത്. 2 അല്ല, അയ്യോ സോറി തെറ്റി പറഞ്ഞാണ് കേട്ടോ, 3 മണിയായി. കണ്ടോ മേഘം കറുത്ത് കിടക്കുന്നുണ്ടോ. ഇതിപ്പോൾ ഒരു മഴയുണ്ട്, നല്ല ഇടിയുണ്ട്. ഇതിൽ കേൾക്കുന്നുണ്ടോയെന്നറിയാം, ഇടി കേട്ടോ. ഇപ്പോൾ ഒരു മഴയുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വന്നത് നന്നായി. ഇഷ്ടപ്പെട്ട എൻ്റെ മല കണ്ട ദൂരെ. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ. ശരി, മഴ പെയ്യട്ടെ, മഴ പെയ്യട്ടെ, മഴ പെയ്യട്ടെ. ഇപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉച്ച കഴിയുമ്പോൾ ഒരു മഴയുണ്ട്. അത് ഹെവി റെയിനായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എല്ലായിടമൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു ഇപ്പോഴേ അല്ലേ. അടുത്ത് ഇടവ മാസമൊക്കെ തുടങ്ങുമ്പോൾ ഇടവപ്പാതിയിലാണ് ഇവിടെ മഴ. പക്ഷേ ഇപ്പോഴും ഉണ്ട് ഈ ചൂടിന് ഒരു ചെറിയൊരു ആശ്വാസമുണ്ട്. രാവിലെ മുതൽ ഭയങ്കര ചൂടാണ്. കുറച്ച് കഴിയുമ്പോൾ മഴയുള്ളത് കാരണം രാത്രിയൊക്കെ കിടക്കാനൊക്കെ ഒരു നല്ലൊരു സുഖമാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ, ബൈ ഫോർ നൗ.